ചില വചനങ്ങൾ നിങ്ങളോട് പറയുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. देवाच्या आत्मशक्तीने माझ्याशी आम्ही बोललेलं काही वचन आज मी तुम्हाला सांगण्यासाठी इच्छित आहे. ലൂക്കോസിന്റെ സുവിശേഷം लूकर शुभवर्तमान 21-ാം അധ്യായത്തിന്റെ 21वा अध्याय 36-ാമത്തെ വാക്യം 36वा वचन आहे. ആർക്കെങ്കിലും ഉറക്കെ വായിക്കാം. कोणीतरी वाचू शकता. लूकर शुभवर्तमान 21:36. 21:36. നമ്മളോട് ദൈവം സംസാരിക്കുന്ന പല രീതികളുണ്ട്. ഞാൻ പ്രസംഗിക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കുക. देव आमच्याशी बोलणारे वेगवेगळे पद्धत आहे. जेव्हा मी इथं उभं राहून बोलतो तेव्हा देव तुमच्याशी बोलतो. നാം ദൈവവചനം വായിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. देवाचं वचन मनन करत असताना देव आमच्याशी बोलतो. ദൈവവചനം ആരെങ്കിലും വായിക്കുമ്പോൾ നമുക്കത് ദൈവശബ്ദമായിട്ട് വരും. देवाचं वचन कोणतरी वाचत असताना त्या वचनाद्वारे देव आमच्याशी बोलतो. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില വചനങ്ങൾ ദൈവം പെട്ടെന്ന് നമ്മളോട് तसं സംസാരിക്കും. कधी कधी आपण प्रार्थना करत असताना काही शास्त्रभागाद्वारे आमेन देव आम्हाला शास्त्रभाग आठवण करून देत असतो. എല്ലാം ഒരുപോലെ ദൈവം പ്രവർത്തിക്കുന്ന മേഖലകളാണ്. मग या सर्व आमेन मार्गाद्वारे देव कार्य करत असतो. എന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മുടെ കാതുകളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ സംസാരിക്കുമ്പോൾ അതിനകത്ത് വലിയ ഒരു ഉദ്ദേശം അതിന്റെ മധ്യത്തിലുണ്ട്. प्रार्थना करत असताना देव त्याच्या वचनाद्वारे आमच्याशी बोलत असताना त्याच्या मागे एक महान दैविक उद्देश आहे. ഇതിന് ഒന്നാമത്തെ വിഷയം ഞാൻ നിങ്ങളോട് പറയുന്നത്, पहिला विषय मी तुम्हाला सांगतो. ചിലത് സംഭവിക്കും, സംഭവത്തിൽ നിന്ന് നാം ഒഴിഞ്ഞു മാറി. आम्ही काही गोष्टी घडणार आहे परंतु त्या गोष्टी आम्ही चुकवले पाहिजे. യേശു ഇവിടെ വ്യക്തിപരമായി തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. येशू या ठिकाणी वैयक्तिक रीत्या त्यांच्या शिष्यांशी बोलत आहे. യേശുവിന്റെ വരവിനെ കുറിച്ച് യേശു ശിഷ്യന്മാരോട് പറയുമ്പോൾ येशूच्या आगमनाबद्दल येशू शिष्यांशी बोलत असताना 21-ാം അധ്യായം മുഴുവൻ നാം കതിൽ കാണുവാൻ കഴിയും. 21व्या अध्यायामध्ये त्याबद्दल आम्हाला पाहायला मिळत आहे. വരവിന്റെ അടയാളങ്ങൾ ശിഷ്യന്മാരോട് യേശുവിനോട് തന്റെ ശിഷ്യന്മാർ ചോദിക്കുന്നു. त्यांच्या आगमनाचे चिन्ह येशूशी आम्ही शिष्य विचारत आहे. അതിന് പല കാര്യങ്ങൾ യേശു അവിടെ അവരോട് പറഞ്ഞു आणि अनेक കൊടുക്കുന്നുണ്ട്. गोष्टी येशूने त्यांना सांगितले. ഭൂകമ്പം ഉണ്ടാകുന്നു, ക്ഷാമമുണ്ടാകുന്നു, भूमिकंप होणार आहे, दुष्काळ पडणार आहे, യുദ്ധമുണ്ടാകുന്നു, युद्ध होणार आहे, വലിയ പ്രതിസന്ധിയിലേക്ക് വരാൻ പോകുന്നു. महान समस्या निर्माण होणार आहे. എന്നാൽ ആകാശമധ്യത്തിൽ അവൻ പ്രത്യക്ഷപ്പെടുന്നത് എല്ലാവരും കാണുന്ന ഒരു ദിവസം ഉണ്ട്. परंतु आकाशामध्ये तो प्रगट होणार आहे, आम्ही मेघारूढ होऊन तो येणार आहे, ते सर्वांना एक दिवस दिसणार आहे. അത് യേശുക്രിസ്തുവിന്റെ പരസ്യ വരവാണ്. ते येशू ख्रिस्ताच्या जे उघडपणे त्याचे आगमन आहे. രണ്ട് രീതിയിലാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് ഇനി വരാൻ പോകുന്നത്. आम्ही दोन पद्धतीने येशू या जगामध्ये येणार आहे. ഒന്നാമത്തെ വരവെന്ന് പറയുന്ന രഹസ്യമായിട്ട് അവൻ വരും. पहिलं जो आगमन आहे गुपित आगमन असे आहे, तो गुप्तपणे येणार. കള്ളനെ പോലെ അവൻ വരുന്നു. आम्ही एक चोरासारखे तो येणार. അത് അവന്റെ സഭയെ എടുക്കാൻ വേണ്ടി വരുന്നതാണ്. आम्ही मंडळीला घेऊन जाण्यासाठी तो येत आहे. രണ്ടാമത്തെ വരവെന്ന് പറയുന്നത് दुसरं आगमन അവൻ എല്ലാവർക്കും പ്രത്യക്ഷനായിട്ട് അവൻ तो വരികയാണ്. सर्वांसाठी प्रगट होण्याकरता सर्वांसमोर प्रगट होऊन येणार. എല്ലാവരും അവനെ കാണും. सर्वजण त्याला पाहणार. അങ്ങനെ രണ്ട് രീതിയിലാണ് യേശുക്രിസ്തു आणि വരുന്നത്. येशू ख्रिस्ताचा जो आगमन आहे या दोन भाग आहे. എന്നാൽ നമുക്കുള്ളത് രഹസ്യമായ വരവിലാണ് നാം എടുക്കപ്പെടുന്നത്. परंतु जेव्हा येशू आमेन गुप्तपणे येणार रहस्य आमेन आगमन आहे, त्यामध्ये आम्ही उचलले जाणार. അതിനുവേണ്ടിയാണ് സഭയെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. त्यासाठी देवाने मंडळीला नेमलेलं आहे. അതിനുവേണ്ടിയാണ് സഭാ ശുശ്രൂഷകന്മാരെ ആക്കി വെച്ചിരിക്കുന്നത്. त्यासाठी मंडळीमध्ये देवाने पालक नेमलेला आहे. ഇവിടെ പ്രസംഗിക്കുന്നതിന്റെ ഏക ഉദ്ദേശം അതിനുവേണ്ടിയാണ്. इथे जो आमेन आमेन वचन दिले जात आहे, घोषणा केले जात आहे, त्याच्या मागे एकच उद्देश आहे, तोच आहे. രഹസ്യവരവിൽ ഞങ്ങളും നിങ്ങളും എല്ലാവരും അവനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളും. त्याच्या गुपित आगमनामध्ये तुम्ही आणि आम्ही सर्वजण आमेन गेले पाहिजे, त्यासाठी तयारीत राहिले पाहिजे. അതിനാണ് ഞാൻ ഈ ദൈവവചനം വായിച്ചത്. त्यासाठी या शास्त्रभाग मी तुम्हाला वाचून दाखवले. വിചാരിക്കുന്നത് പോലെ അവന്റെ വരവ് താമസിക്കുന്നില്ല. आम्ही जसे विचार करतो तसं त्याचे आगमन उशीर होत नाही. അവൻ ഇതാ വാതുക്കൽ आम्ही എത്തിയിരിക്കുന്നു. तो आम्ही दाराशी आम्ही दाराजवळ उभा आहे. അതിനുവേണ്ടി നാം ഒരുങ്ങിയിരിക്കണം. आम्ही त्याच्या आगमनासाठी आपण तयारीत राहणे. ആദ്യം ഞാൻ നിങ്ങളോട് പറയുന്നത്, आम्ही पहिल्यांदा मी ह्या गोष्टी तुम्हाला सांगू इच्छित आहे. സംഭവിക്കുന്നതിൽ നിന്ന് നാം ഒഴിഞ്ഞു മാറണം, രക്ഷപ്പെടണം. जे काही घडणार आहे त्या गोष्टी आम्ही चुकवले पाहिजे. അടുത്തിരിക്കുന്നവരുടെ സംഭവത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. आपण एकमेकांना सांगा, होणाऱ्या सर्व गोष्टी
चुकवावयास आम्ही समर्थ झाले पाहिजे. होणाऱ्या सर्व गोष्टी चुकवण्यास आम्ही समर्थ झाले पाहिजे. സഭ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ, मंडळी इथून गेल्यानंतर, അഥവാ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ, म्हणजे आम्ही इथून गेल्यानंतर മഹാകഷ്ടം വരാൻ പോകുകയാണ്. महासंकट येणार. അത് നാർക്കും ഒഴിഞ്ഞു പോകാനൊക്കത്തില്ല. त्यापासून कोणीही वाचलं जाणार नाही. അതിനകത്തും നാം ഒഴിഞ്ഞു പോകണമെങ്കിൽ आम्ही त्यातून आम्ही वाचलं जायचं असेल तर മഹാകഷ്ടം, അതിഭയങ്കരമായ ഉപദ്രവം, അതിഭയങ്കരമായ യുദ്ധം, പിശാച് അവന്റെ ശക്തിയോടെ ലോകത്തിൽ വെളിപ്പെടുകയാണ്. आम्ही जो महासंकट म्हणजे आम्ही शैतान त्याच्या पूर्ण आम्ही अधिकाराने शक्तीने आम्ही जगामध्ये कार्य करणारे काळ आहे. അതിൽ നിന്ന് നാം ഒഴിഞ്ഞു പോകുവാനാണ് ദൈവത്തിന്റെ ഒന്നാമത്തെ വരവെന്ന് പറയുന്നത്. आम्ही चुकवावे म्हणून चुकवण्याकरता येशू ख्रिस्ताचा आम्ही जो गुपित आगमन आहे. ഹല്ലേലൂയ. എന്നാൽ ഇത് ഇനിയിപ്പോ സംഭവിക്കാനുള്ള കാര്യങ്ങളാണ്. आता हे जे गोष्टी घडून येणाऱ्या गोष्ट आहे, ഇതൊക്കെ നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. या सर्व गोष्टीचा परिणाम आपल्यावर होणार. ഇത് നമുക്കൊരു മുന്നറിയിപ്പാണ്. हे आमच्यासाठी एक चितवणी आहे. എല്ലാം ദൈവം മുൻകൂട്ടി പറഞ്ഞ ശേഷമേ ചെയ്യത്തുള്ളൂ. आम्ही सर्व काही देव आधीच आम्ही सांगितलेलं आहे, सांगूनच करतो. യേശു ഇവിടെ വരുമെന്ന് പ്രവാചകന്മാർ പ്രവചിച്ചു. येशू येणार आहे संदेष्टांद्वारे सांगितले गेले होते. അങ്ങനെ പ്രവചിച്ചതുപോലെ യേശു ലോകത്തിലേക്ക് വന്നു. संदेष्टांद्वारे जे आम्ही भाग्य दिले होते तसे येशू आला. അവൻ ബേത്ലഹേമിൽ ജനിക്കുമെന്ന് പറഞ്ഞു. बेथलेहेम येथे येशू जन्माला येणार आहे, आम्ही त्याबद्दल भविष्यवाणी दिली गेली होती. അങ്ങനെ അവൻ ബേത്ലഹേമിൽ ജനിച്ചു. तसे येशू बेथलेहेम येथे जन्माला आला. ബദ്ധന്മാർക്ക് വിടുതലും രോഗികൾക്ക് സൗഖ്യവും അവൻ കൊടുത്തു. आम्ही जे बंधनात आहे त्यांना सुटकारा आणि जे आजारी आहे त्यांना आरोग्य दिले. യേശു കർത്താവും ദൈവമാണെന്ന് ലോകത്തിൽ തെളിയിച്ചു. येशू आम्ही प्रभू आहे आणि देव आहे हे आम्ही जगामध्ये प्रगट करून യേശു दाखवले. പറഞ്ഞു, ഞാൻ കാൽവരി ക്രൂശിൽ മനുഷ്യന്റെ പാപത്തിന് വേണ്ടി മരിക്കും. येशूने सांगितले की वधस्तंभावर मी मानवाच्या पापासाठी मरण पत्करणार आहे. ഞാൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശു പറഞ്ഞു. तिसऱ्या दिवशी मी पुन्हा उठणार आहे असे येशूने सांगितले. അത് സംഭവിച്ചുവെങ്കിൽ ते असं घडून आले तर അവന്റെ വരവും സംഭവിക്കും. आम्ही त्याच्या पुनरागमन देखील घडणार आहे. യേശു പറഞ്ഞു, ഞാൻ പോയതുപോലെ മടങ്ങി വരും. येशूने सांगितले जसं मी आम्ही जातो तसं मी परत येणार. ശിഷ്യന്മാർ കാണെ അവൻ എടുക്കപ്പെടുന്നത് അവർ आम्ही शिष्य आम्ही पाहत उभं राहत असताना येशू उचलला गेला, म्हणजे येशूच्या स्वर्गारोहण झाला. അവിടെ നിന്നുകൊണ്ട് ദൂതന്മാർ വിളിച്ചു പറഞ്ഞു, അവൻ പോയതുപോലെ മടങ്ങി വരും. आम्ही दिवदूताने सांगितले की जसं तो जात आहे तसं तो परत येणार आहे. ഇതാണ് ഇനിയും സംഭവിക്കുവാനുള്ളത്. आता पुन्हा एक गोष्टी घडणार आहे, ഹല്ലേലൂയ. तो त्याचं आगमन. നാം അതിനുവേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ദൂത്. आपण त्यासाठी तयारीत राहणे हे आज माझा संदेश आहे. ഹല്ലേലൂയ. ഇത് അവനവന്റെ ആവശ്യമാണ്, എൻ്റെ ആവശ്യമാണ്. हे प्रत्येकाची गरज आहे. എനിക്ക് സ്വർഗത്തിൽ പോകണം. माझी गरज आहे. मला स्वर्गात जायचंय. സ്വർഗത്തിൽ പോകണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. स्वर्गात जाण्यासाठी तुम्हाला सर्वांना आवडते मला माहित आहे. ആർക്കെങ്കിലും നരകത്തിൽ പോകാൻ ഇഷ്ടമുണ്ടോ? नरकात जाण्यासाठी कोणाची इच्छा आहे काय? എല്ലാവർക്കും സ്വർഗത്തിൽ പോകണം. सर्वांना स्वर्गात जायचंय. അതിനൊരു കുഴപ്പമില്ല നമുക്ക്. आम्हाला काही अडचण नाही. പക്ഷെ പോകുമോ ഇല്ലയോ, परंतु जाणार का नाही, അതാണ് പ്രശ്നം. तिथं समस्या आहे. പണ്ട് സംഭവിച്ചതിനെ കുറിച്ച് യേശു പറയുന്നുണ്ട്. पूर्वी घडलेली घटना येशू सांगत आहे. എന്താണ് പണ്ട് സംഭവിച്ചത്? पूर्वी काय घडले? നോഹയുടെ കാലത്തെ കുറിച്ച് പറയുന്നുണ്ട്. नोहेच्या काळाबद्दल सांगत आहे. ശ്രദ്ധിക്കുക, लक्ष द्या. നോഹയുടെ കാലത്ത് നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചപ്പോൾ आम्ही नोहेच्या काळामध्ये नोहेला देवाची कृपा मिळाली. നോഹയോട് ദൈവം സംസാരിച്ചു. नोहाशी देवाने बोलले. എന്താ സംസാരിച്ചത്? देवाने काय बोलले? മഴ പെയ്യാൻ പോകുന്നു, पाऊस येणार आहे, വലിയ പ്രളയം ഉണ്ടാകാൻ പോകുന്നു, आम्ही जलप्रलय येणार आहे, ഞാൻ ലോകത്തെ നശിപ്പിക്കാൻ പോവാ. मी आम्ही जगाचा नाश करणार आहे. സംഭവിച്ചോ? घडले काय? സംഭവിച്ചെങ്കിൽ കരങ്ങൾ ഉയർത്തുന്നു, ദൈവത്തെ സ്തുതിച്ചാട്ടെ. तसं घडले आहे काय? तुम्हाला माहित असेल तर हात उंचा करा आणि देवाला हालेलुया म्हणा. അന്ന് മഴയില്ലായിരുന്നു, त्या काळामध्ये पाऊस नव्हते, മഴയെക്കുറിച്ച് കേട്ടിട്ടുമില്ല. पावसाबद्दल कोणी ऐकलं पण नाही. അപ്പോഴാ നോഹയോട് പറയുന്ന മഴ പെയ്യാൻ പോവാണ്. तेव्हा देवाने नोहेला सांगितले की पाऊस पडणार आहे, അതുകൊണ്ട് നീ ഒരു പെട്ടകം പണിയണം, म्हणून तू एक तारू बांध, ജനത്തോട് വിളിച്ചു പറയണം. लोकांना सांगा.
ഇവിടെ 3 കാര്യങ്ങളാണ് നമ്മളെ കേൾക്കേണ്ടത്. इथं 3 गोष्टी आम्ही ऐकले पाहिजे. ഒന്ന്, एक, നോഹ കേട്ടു, അത് വിശ്വസിച്ചു. नोहेने ऐकले आणि त्याच्यावर विश्वास ठेवले. എന്താ കേട്ടത്? त्यांना काय ऐकायला मिळाले? മഴ പെയ്യാൻ പോകുന്നു. पाऊस येणार आहे. വിശ്വസിച്ചോ ഇല്ലയോ? नोहेने विश्वास ठेवले का नाही? मोठे सांगा, मोठ्याने सांगा. मोठे सांगा. हो, കേട്ടത് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. आम्ही जे काही ऐकायला मिळत आहे त्या गोष्टीवर विश्वास ठेवणे. ഇതിനു മുമ്പ് മഴ പെയ്തിട്ടുണ്ടോ? त्याच्या अगोदर कधी पाऊस पडले होते काय? नाही. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നോഹയോട് ദൈവം സംസാരിക്കുന്നത്. असे की काळामध्ये नोहेशी देव बोलत आहे. മഴ പെയ്യാൻ പോവുകയാണ്, നീ പെട്ടകം പണിയണം. पाऊस येणार आहे, तारू बांध. അപ്പൊ നോഹ എന്താ ചെയ്തെന്നറിയാമോ? नोहेने काय केलं माहितीये काय? എന്തു കേട്ടുവോ जे काही त्याला ऐकायला मिळाले അത് വിശ്വസിച്ചു. त्या गोष्टीवर विश्वास ठेवला. എന്തു വിശ്വസിച്ചുവോ त्या गोष्टीवर विश्वास ठेवला, പറഞ്ഞു. त्या गोष्टी मुखाने कबूल केले. നീ കേൾക്കുന്നത് വിശ്വസിക്കുന്നുണ്ടോ? तुम्ही जे काही ऐकत आहे त्यावर विश्वास ठेवता काय? നീ വിശ്വസിക്കുന്നത് പറയുന്നുണ്ടോ? तुम्ही जे काही विश्वास ठेवले ते तू मुखाने कबूल करता काय? കേൾക്കുന്നുണ്ട്, ऐकत आहे, വിശ്വസിക്കുന്നുണ്ട്, विश्वास ठेवत आहे, പറയത്തില്ല. परंतु मुखाने कबूल करत नाही. എത്രയൊക്കെ മനസ്സിലായി? किती लोकांना समजले? എന്തുകൊണ്ട് പറയുന്നില്ല? का आपण बोलत नाही? ശരിക്കും വിശ്വസിച്ചിട്ടില്ല. खरोखर आपण विश्वास ठेवले नाही. വിശ്വസിച്ചെങ്കിൽ विश्वास ठेवले तर പറഞ്ഞിരിക്കും. आपण बोलणार. നമ്മൾ വിശ്വസിച്ചത് പറയണ്ടേ? आपण जे काही विश्वास ठेवले ते आपण बोलले पाहिजे. നമ്മൾ എന്ത് കേട്ടുവോ, നമ്മൾ എന്ത് വിശ്വസിച്ചുവോ അത് നാം പറയുമ്പോഴാണ് നമ്മുടെ മേൽ വിശ്വാസവും കേട്ടതിന്റെയും അധികാരം നമ്മിൽ വെളിപ്പെടുന്നത്. जे काही आम्हाला ऐकायला मिळाले, आम्ही ज्या गोष्टीवर आपण विश्वास ठेवले तेव्हा आपण कबूल करत असताना आम्ही त्याचा अधिकार शक्ती आपल्यामध्ये कार्य करत आहे. ഹല്ലേലൂയ. നോഹ പ്രസംഗിച്ചപ്പോൾ नोहेने घोषणा केले, ആരും വിശ്വസിച്ചില്ല, कोणीही विश्वास ठेवला नाही, ആരും പെട്ടകത്തിൽ കയറിയില്ല. कोणीही दारूमध्ये बसलं नाही. അതുകൊണ്ട് म्हणून നോഹ പ്രസംഗം നിർത്തിയില്ല. नोहेने घोषणा बंद केल्या काय? നിർത്തിയോ? बंद केलं काय? घोषणा करणे, നിർത്തിയില്ല. घोषणा करणे बंद केलं नाही. 1 വർഷമല്ല, 1 वर्ष नव्हे, 120 വർഷം പ്രസംഗിച്ചു. 120 वर्ष ഒരു മനുഷ്യനും വിശ്വസിച്ചില്ല. कोणीही विश्वास ठेवलं नाही. ആരും വിശ്വസിക്കാത്തത് കൊണ്ട് आम्ही कोणी विश्वास ठेवत नाही म्हणून പെയ്യത്തില്ല. पाऊस पडणार नाही असे वाटलंय काय त्याला? നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും तुम्ही अगर विश्वास ठेवा ना ठेवा, യേശു ഒരു ദിവസം വരും. येशू येणारच. നോഹ പ്രസംഗിച്ചു, नोहेने घोषणा केले, മഴ പെയ്താലും മഴ പെയ്തില്ലെങ്കിലും നോഹയ്ക്കൊരു കാര്യം അറിയാം, ദൈവ പദ്ധതിയെ വെളിപ്പെടുത്തും. ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും മഴ പെയ്തിരിക്കും. पाऊस पडो ना पडो, नोहेला ठाऊक आहे की पाऊस पडणार आहे. അയ്യോ, ഞങ്ങൾ ഇത്രയും പേരെ ഉള്ളല്ലോ സ്വർഗത്തിൽ പോകത്തുള്ളൂ, അങ്ങനെയാണ് ദൈവം ഇവരെ നശിപ്പിക്കത്തില്ല. ओ स्वर्गात जाण्यासाठी आम्ही एवढंच लोक आहे, मग देव या संपूर्ण विश्वाचा नाश करणार नाही. നീ എന്ത് പ്രസംഗിച്ചോ, നീ എന്ത് വിശ്വസിക്കുന്നോ അത് സംഭവിക്കാൻ പോവാ. तुम्ही ज्या गोष्टीवर विश्वास ठेवत आहे त्या गोष्टी घडून येणार. നീ വിശ്വസിക്കുന്നതും നീ പറയുന്നതും ഈ ന്യായവിധിയിൽ നിന്ന് നീ ഒഴിഞ്ഞു പോകുവാൻ ദൈവം നിനക്ക് തരുന്ന അവസരമാണ്. देवाने बोललेल्या गोष्टीवर विश्वास ठेवत असताना आम्ही हे जो न्याय निवाडा आहे, आम्ही जे काही घडणार आहे त्या गोष्टी चुकवण्यासाठी देव तुम्हाला अधिकार देत आहे. നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ അത് നമ്മൾ പറയണം. आम्ही ज्या गोष्टींवर विश्वास ठेवतो त्याच्या आपण कबूल केले पाहिजे. ഒരു ഡോക്ടർക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റും. एक डॉक्टर इतरांना सांगू शकतो, ഒരു ബിസിനസ്സുകാരന് മറ്റുള്ളവരോട് പറയാൻ एक പറ്റും. बिझनेस वाला इतरांना सांगू शकतो. ഇനിയും ദൈവം മഴ കൊണ്ടല്ല നശിപ്പിക്കാൻ പോകുന്നത്. आता देव पावसाने आम्ही जगाचा नाश करत नाही. ഹല്ലേലൂയ. ഒരു അറിയിപ്പ് നമുക്ക് തന്നിരിക്കുക. आम्ही देवाने एक आम्ही ताकीद आम्हाला दिलेला आहे. ഇതാ യേശു വരാൻ പോകുന്നു. येशू येणार आहे. ഇതിലും വലിയ വാർത്ത ഏതാ ഉള്ളത്? आम्ही याच्यापेक्षा महान बातमी काय आहे? Praise God. വലിയ മഴ വരുമ്പോൾ मोठा पाऊस येत असताना കൊയ്ന ഡാം നിറയുകയാണ്. आम्ही कोयना ഡാം जो आहे भरलं जात आहे. ഉടനെ കളക്ടർ ഒരു കാര്യം അവിടെ നിന്ന് വിളിച്ചു പറയും. मग जिल्हाधिकारी त्या ठिकाणी एक आदेश देणार. ഡാമിലെ വെള്ളം അഴിച്ചു വിടാൻ പോവുകയാണ്. आमेन. आता आमेन जो धरण आहे तिथून पाणी सोडणार आहे. ബ്രേക്ക് ന്യൂസ്. आमेन. ब्रेकिंग न्यूज. ഡാം അഴിച്ചു വിടാൻ പോവുകയാണ്. आमेन. पाणी सोडणार आहे.
നദിയുടെ തീരത്ത് താമസിക്കുന്നവരെല്ലാം മാറ്റി പാർപ്പിക്കണം. आम्ही नदीच्या किनाऱ्यावर काठीवर जे राहत आहे सर्वजण आम्ही दुसऱ्या ठिकाणी राहायला जावा. ഉടനെ പറയും ന്യൂസ് പറയാം റെഡ് അലർട്ട് ആണ്. आम्ही त्या ठिकाणी सांगितले जाते रेड अलर्ट. നമ്മളത് കേട്ടിട്ട് എന്ത് ചെയ്യും? हे ऐकून आम्ही काय करणार? സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കത്തില്ലേ? गांभीर्याने आपण घेत नसेल. ദൈവം പറയുകയാണ് ഭൂമി മുഴുവൻ നശിപ്പിക്കാൻ പോവാണ്. पण इथं देव सांगत आहे संपूर्ण पृथ्वीचा देव नाश करणारा आहे. മഴ കൊണ്ട് നശിപ്പിക്കാൻ പോവാണ്. आम्ही पावसाच्या द्वारे जलप्रलयाच्या द्वारे. നമ്മളോട് പറയുന്നത് ഇനി മഴ കൊണ്ടല്ല നശിപ്പിക്കുന്നത്, आम्हाला देव सांगतो की आता पावसाने नव्हे തീ കൊണ്ട് നശിപ്പിക്കാൻ പോവുകയാണ്. अग्नीने नाश करणारा आहे. आम्ही बदलायला तयार नाही. നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കുക. आम्ही जसं आहोत तसं आहोत. ദൈവദാസൻ പറഞ്ഞ പോലെ देवाच्या दासाने सांगितल्याप्रमाणे എന്നെ അടിച്ചിട്ട് ഒരു പ്രയോജനമില്ല. मला मारून काही उपयोग नाही. വെറുതെ അടിക്കുക. उगच तुम्ही मला मारत आहे. വെറുതെ പ്രസംഗിക്കുക. पास्टर उगच तुम्ही असे घोषणा करत आहे. എത്ര കേട്ടാലും ഞങ്ങൾക്കൊരു വിഷയം. तुम्ही किती भाषण दिले तरी आम्ही काही बदलणार नाही. ഞങ്ങൾക്കൊരു മാറ്റവും വരത്തില്ല. आम्ही बदलणार नाही. ഹല്ലേലൂയ, ഹല്ലേലൂയ, आमेन. ഞങ്ങൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. आम्हाला हे काय सर्व मोठं गोष्ट नव्हे. ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരുന്ന എന്തിനാണെന്നറിയാമോ? आम्ही का प्रार्थनेसाठी येतो माहितीये काय? ഞങ്ങൾക്ക് ഭൗതിക നന്മകളെല്ലാം വേണം. आम्हाला भौतिक आशीर्वाद पाहिजे. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കണം. आम्हाला आमेन आमच्या आवडीने आम्हाला जगायचे. Praise God. നോഹയുടെ പെട്ടകം പണിയാൻ എല്ലാവരും ഉണ്ടായിരുന്നു. आमेन. नोहा तारू बांधत असताना सर्वजण होते तिथे, പക്ഷെ ഒരെണ്ണം പെട്ടകത്തിനകത്ത് पण കയറിയില്ല. कोणीही तारूत बसले नाही. സഹായിക്കാൻ എല്ലാവരും ഉണ്ട്. मदत करण्यासाठी पुष्कळ आहे. നിങ്ങൾ പെട്ടകത്തിനകത്ത് കയറുന്നുണ്ടോ? आम्ही तारू तुम्ही येता काय? നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? तुम्ही विश्वास ठेवणार काय गोष्टी നിങ്ങൾ घडणार? തീരുമാനമെടുക്കുന്നുണ്ടോ? तुम्ही निर्णय घेणार काय? നോഹ പ്രസംഗിക്കുക മാത്രമല്ലായിരുന്നു. नोह फक्त भाषण देत नव्हता. നോഹയുടെ വീട്ടിന് എവിടെ ചെല്ലണം? പെട്ടകം പണിയുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. പെട്ടകം പണിയുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. नोहा तारू बांधत आहेत, लोकांना दिसत आहे. എന്താണ് പറഞ്ഞതിന്റെ अर्थം? आणि काय सांगत आहे നീ मी? എന്ത് വിശ്വസിക്കുന്നുവോ, നീ എന്ത് പറയുന്നുവോ അത് നീ ചെയ്യണം. तुम्ही ज्या गोष्टीवर विश्वास ठेवत आहे, बोलत आहे, ते तुम्ही केले पाहिजे. നീ വിശ്വസിച്ചാൽ മാത്രം പോരാ. विश्वास ठेवणे तेवढं पुरेसं नाही. നീ പറഞ്ഞാൽ മാത്രം പോരാ. बोलणे तेवढंच पुरेसं नाही. നീ പണിയപ്പെടണം. आम्ही तुमच्यामध्ये बांधकाम झाले पाहिजे. നീ പണിയപ്പെടണം. तुमच्यामध्ये बांधकाम झाले पाहिजे. എന്തുകൊണ്ട് പണിയപ്പെടണം? कशाने तुमच्यामध्ये बांधकाम झाले पाहिजे? ദൈവ വചനം കൊണ്ട് നീ പണിയപ്പെടണം. देवाच्या वचनाने तुमच्यामध्ये बांधकाम झाले पाहिजे. ഹല്ലേലൂയ. നിന്റെ രക്ഷയ്ക്കായി നീ പെട്ടകം പണിയണം. आम्ही तुमच्या तारणासाठी तुम्हीच आम्ही बांधकाम केले पाहिजे, तारू बांधले पाहिजे. ഹല്ലേലൂയ. യേശു തന്റെ വാമൊഴിയാൽ തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു. येशूने आम्ही तुझ्या मुखाने शिष्यांना सांगितले, വചനം കേട്ട് ചെയ്യുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യന് തുല്യനത്രേ. आम्ही वचन ऐकून त्याप्रमाणे जो करतो तो आम्ही खडकावर घर बांधलेला मनुष्यासारखा आहे. ഹല്ലേലൂയ. വചനം കേട്ട് വിശ്വസിച്ചത് പറഞ്ഞ് പണി ചെയ്യുവാൻ നിന്നെ തന്നെ പണിയുവാൻ നീ ഏൽപ്പിച്ചു കൊടുക്കണം. ऐकलेल्या वचनावर विश्वास ठेवून आम्ही त्यानुसार कृती करून आम्ही बांधकाम करण्यासाठी आपण तयार झाले पाहिजे. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടകത്തിന്റെ പണി തീർന്നു. तारू बांधले गेले. നോഹയോട് ദൈവം പറഞ്ഞതുപോലെ നോഹയെല്ലാം ചെയ്തു. जसे देवाने नोहेला सांगितले तसे नोहाने सर्व काय केले. നോഹയും കുടുംബവും പെട്ടകത്തിനകത്ത് കയറി. नोहा आणि त्याच्या परिवारातील लोक आम्ही तारू मध्ये बसला. ദൈവം പെട്ടകത്തിന്റെ വാതിലടച്ചു. देवाने तारूचे दार बंद केले. പിന്നെ പുറത്ത് കിടന്ന് അലറുക ആൾക്കാർ. മഴ പെയ്യാൻ തുടങ്ങി. आता जलप्रलय आम्ही येत असताना, पाऊस पडत असताना लोक आम्ही रडत आहे, आक्रोश करत आहे. ഹല്ലേലൂയ. ആർക്കും പെട്ടകത്തിനകത്ത് കയറുവാൻ സാധ്യമല്ല. आता कुणालाही तारू मध्ये बसता येत नाही. ഇത് കൃപയുടെ പ്രസംഗമാണ്. आम्ही आता जो कृपेचे युग आहे, कृपेच्या घोषणा आहे. പരിശുദ്ധാത്മാവിന്റെ യുഗമാണ്. आम्ही पवित्र आत्माचे युग आहे. ഒരു ദിവസം നിൽക്കും. आम्ही हे जो घोषणा एक दिवस बंद होणार. എപ്പോഴാ ഇത് നിൽക്കുന്നറിയാമോ? कधी या घोषणा बंद होणार माहिती അവൻ आहे? കള്ളനെ പോലെ വന്ന് സഭയെ എടുത്തോണ്ട് പോകും. जेव्हा चोराप्रमाणे तो येऊन मंडळीला घेऊन जाणार, तेव्हा हे जो घोषणा बंद होणार. രണ്ടുപേർ കിടക്കയിൽ
കിടക്കും ഒരുവൻ എടുക്കപ്പെടും. आमेन. 2 गजन बेडवर असताना एक उचलला जाणार. 2 പേർ വയലിൽ അധ്വാനിക്കും ഒരുവൻ എടുക്കപ്പെടും. 2 गजन शेतात काम करत असताना एक उचलला जाणार. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. प्रेषित पौल തെസ്സലോനിക്കരാസ് പത്രാം ദേശ सांगत आहे. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരും. आमेन. प्रभू आमेन दिव्यदूतांच्या वाणीने आणि आमेन तुतारीच्या नादाने स्वर्गात उतरून येणार. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ जे ഉയർത്തെഴുന്നേൽക്കും. ख्रिस्तामध्ये आमेन मेले आमेन ते पहिल्यांदा उठवले जाणार. ഇതിനു വേണ്ടിയാണ് നാം സഭായോഗത്തിന് വരുന്നത്. त्यासाठी आपण चर्चमध्ये प्रार्थनेसाठी एकत्र येतो. ഇതിനു വേണ്ടിയാണ് 7 ദിവസം ഇവിടെ ഉപവാസ പ്രാർത്ഥന വെച്ചത്. त्यासाठी 7 दिवसाची उपवास प्रार्थना ठेवले. എന്തുമാത്രം സീരിയസ്നെസ് ഉണ്ട്. आम्हाला त्याबद्दल किती गांभीर्य वाटत आहे. ഈ വചനം എവിടെ കിട്ടും? हे वचन दुसरं कुठे मिळणार? 1 കിലോ വചനം വേണം. നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നാൽ കിട്ടുമോ? 1 किलो देवाचं वचन पाहिजे म्हणून मेडिकल मध्ये गेले तर मेडिकल मध्ये मिळणार काय? കളക്ടറോട് എന്ന് പറയാണ് സ്വർഗരാജ്യത്തിൽ പോകാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ स्वर्गाच्या राज्यामध्ये जाण्यासाठी आम्ही काय करू असे जिल्हाधिकारीला विचारले तर പുള്ളി പറയും പോയി 2 തേങ്ങ ഉടച്ചാൽ മതി എന്ന് പറയും. मग तिने म्हणणार 2 नारळ फोडा. കാരണം എന്താ? അവർക്ക് അതേ അറിയത്തുള്ളൂ. कारण काय आहे त्यांना तेवढंच माहित आहे. ഇവിടെ എന്താ പറയുന്നത്? इथं काय सांगत आहे? യേശു എന്തു പറഞ്ഞോ അതാ പറയുന്നത്. येशूने काय सांगितले ते सांगत आहे. ഞാൻ പറഞ്ഞ എത്ര മനസ്സിലായി? मी जे सांगितले किती लोकांना समजले? അതിന് നമുക്കൊരു ഉത്തരവാദിത്വമില്ല നമ്മെ കുറിച്ച്. आम्हाला त्याबद्दल जबाबदारी नाही आपल्याबद्दल. ഒരു മനുഷ്യൻ ഇങ്ങനെ പറയാം. एक मनुष्य असं सांगत आहे. യേശുവിനോട് പറയാ येशूला सांगत आहे തിന്നുക കുടിക്കുക ആനന്ദിക്കുക. खाणे पिणे आनंद करणे. യേശു എന്താ അവനോട് പറഞ്ഞത്? येशूने त्यांना काय सांगितले माहिती काय? ഇന്ന് രാത്രി आज रात्री നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ तुझ्या आमेन जीव देवाने मागितले तर നീ എന്തു ചെയ്യും? तू काय करणार? പണ്ടത്തെ വാച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനെ വൈൻഡ് ചെയ്യണം. पूर्वीच्या घड्याळ तुम्हाला माहित आहे असे काय म्हणायचे चावी द्यायचे होते ഇന്നലെ നടക്കത്തുള്ളൂ नाहीतर ते बंद पडणार. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ഇങ്ങനെ വൈൻഡ് ചെയ്താലേ നടക്കത്തുള്ളെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? म्हणजे समजा आपल्या हार्ट जो काम करायचे असेल तर आमेन वेळोवेळी आपण त्याला चावी द्यायची असेल तर നിങ്ങൾ ആരെങ്കിലും മറക്കുവോ? तुम्ही विसरणार काय? ചാവി എവിടെയെങ്കിലും മറക്കുവോ? म्हणजे तुम्ही त्याला चावी त्याला विसरणार काय? ടൈം ആകുമ്പോൾ നമ്മൾ തുറന്നു വെക്കും അല്ലേ? वेळोवेळी आम्ही काय करणार ते वैन करत राहणार. നമ്മുടെ ആത്മാവിനെ കുറിച്ച് നമുക്കൊരു ചിന്തയില്ല. आपल्या आत्माबद्दल आम्हाला विचार नाही. എന്തിനാ ഈ ദൈവദാസനെ 7 ദിവസം ഉപവസിച്ചത്? का देवाच्या दासाने उपवास केले? എന്തിനാണ് ഉപവാസം ഇവിടെ പ്രഖ്യാപിച്ചത്? का उपवासाची घोषणा केले? ദൈവരാജ്യത്തിന് പോകുക. देवाच्या राज्यामध्ये आपण गेले पाहिजे. त्यासाठी നീ എന്തു വിശ്വസിച്ചുവോ? तुम्ही ज्या गोष्टीवर विश्वास ठेवले, എന്താണ് നീ വിശ്വസിച്ചത്? तुम्ही कुठल्या गोष्टीवर विश्वास ठेवला? തിരിക്കുന്നവളോടും അവനോടും ചോദിച്ചു നോക്കിയ നീ എന്താ വിശ്വസിച്ചത്? आम्ही एकमेकांना आपण विचारून बघा तुम्ही कशावर विश्वास ठेवले. ചോദിക്ക विचारून बघा तुम्ही कशावर विश्वास ठेवले. യേശു മടങ്ങി വരുമെന്നാണ് ഞാൻ വിശ്വസിച്ചത്. म्हणजे येशूच्या पुनरागमनाबद्दल मी विश्वास आहे. त्यावर विश्वास ठेवत आहे. അത് നിനക്ക് പ്രയോജനപ്പെടുമോ? आम्ही त्या पुनरागमन तुमच्यासाठी उपयोगाचं ठरणार काय? നിനക്കത് പ്രയോജനപ്പെടുമോ? त्या पुनरागमन तुमच्यासाठी उपयोगी ठरणार काय? അതിനെക്കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ടോ? त्याबद्दल तुम्ही विचार करत आहे काय? ഇന്ന് രാത്രി യേശു വന്നാൽ നീ എടുക്കപ്പെടുമോ? आज रात्री येशू आला तर तुम्ही उचलले जाणार काय? അവിടെയാ നിന്റെ വില അറിയുന്നത്. आम्ही तिथे तुमच्या किंमत आम्ही समजणार. നീ ഇവിടെ എന്ത് സമ്പാദിച്ചു എന്നുള്ളതല്ല, इथे तुम्ही काय मिळवले त्यात नव्हे. നിനക്ക് എന്ത് എഡ്യൂക്കേഷൻ ഉണ്ടെന്നുള്ളതല്ല, तुम्हाला किती शिक्षण आहे यामध्ये नव्हे. നീ എന്ത് പണമുണ്ടാക്കി എന്നുള്ളതല്ല, तुम्ही किती पैसा मिळवले त्यात नव्हे. നീ എടുക്കപ്പെടുന്നില്ലെങ്കിൽ, जर तुम्ही येशूच्या पुनरागमनामध्ये उचलले जाणार नसेल तर നിന്നെ പോലെ മണ്ടൻ ലോകത്തിലാരുമില്ല. आमेन. आपल्यासारखे मूर्ख जगामध्ये कोणी नाही. പരാജയപ്പെട്ടവനായി തീരുകയാണ്. पराजय बनणार आहे. ലോകം മുഴുവൻ നിന്നെ നോക്കി പരാജയപ്പെട്ടവനെന്ന് പറഞ്ഞാൽ ദൈവം പറയുകയാണ് നീ എടുക്കപ്പെട്ടവനാകയാൽ നീ വിജയിച്ചു. संपूर्ण जगातील लोक तुम्हाला तुमच्याबद्दल एक पराजय तुम्ही आहे असं म्हणले तरी तुम्ही येशूच्या पुनरागमनात उचलले गेले तर देव म्हणणार तू विजयी आहे. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ ബന്ധു ബഹനീനോ, നമ്മുടെ വചന കേൾവിയും നമ്മുടെ പ്രാർത്ഥനയും ഒരൊറ്റ ഉദ്ദേശത്തിന് വേണ്ടിയാണ്. आपण वचन ऐकत आहोत, प्रार्थना करत आहोत, याच्या मागे एक मुख्य उद्देश യേശുവിന് വേണ്ടി ഒരുങ്ങുക. येशूच्या आगमनासाठी तयारीत राहणे. നമ്മൾ എന്ത് വിശ്വസിച്ചുവോ आम्ही ज्या गोष्टीवर विश्वास ठेवलेला आहे, വിശ്വസിച്ച് പറയുവാൻ, വിശ്വസിച്ചത് പറയുവാൻ കടപ്പെട്ടവരാണ് നാം. ज्या गोष्टीवर विश्वास ठेवले त्याच्या कबूल करण्यासाठी आम्हाला जबाबदारी आहे. നാം ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, വചനത്തിൽ വിശ്വസിക്കുമ്പോൾ, അതിൽ എന്തടങ്ങിയിരിക്കുന്നുവോ അത് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. आपण देवावरच्या वचनावर विश्वास ठेवत असताना ज्या गोष्टीवर विश्वास ठेवले त्या गोष्टीची घोषणा न करता आम्हाला राहू शकत नाही. आम्ही ഞാനൊരു പാസ്റ്റർ ആകാൻ വേണ്ടി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതല്ല. एक पास्टर होण्याकरता आम्ही येशूवर विश्वास ठेवलो नाही. ഞാൻ രക്ഷ പ്രാപിക്കാൻ വേണ്ടി യേശു ക്രിസ്തുവിൽ मला വിശ്വസിച്ചതാണ്. तारण मिळण्यासाठी मी येशू ख्रिस्तावर विश्वास ठेवलो. എന്നോട് ആരും പറഞ്ഞില്ല യേശുവിനെ കുറിച്ച് പറയണമെന്ന്. आम्ही येशूबद्दल इतरांना सांगा असं मला कोणी सांगितलं പക്ഷേ ഞാൻ नाही. യേശുവിൽ വിശ്വസിച്ചപ്പോൾ എനിക്ക് പറയാതിരിക്കുവാൻ परंतु കഴിയത്തില്ല. येशूवर विश्वास ठेवल्यानंतर येशूबद्दल न सांगता मी राहू शकत नाही. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന്റെ നമ്മള് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ, जर येशूच्या आगमनामध्ये आपण उचललं गेलो नसेल तर നമ്മൾ പരാജയം സംഭവിച്ചില്ലേ? आणि मोठा पराजय आहे ना ते. അതിനെക്കുറിച്ച് അതിന്റെ എടുക്കപ്പെടണമെന്നുള്ള ആഗ്രഹം, എടുക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരുക്കം എത്ര വലുതായിരിക്കണം. उचललं जाण्यासाठी आग्रह, इच्छा किती मोठा असले पाहिजे. ഈ മിസ്രൈമും കനാൻ ദേശവും ഒരു വീണ്ടെടുപ്പിനെയും ഒരിടത്തുനിന്ന് വീണ്ടെടുക്കുന്നതിനെ കാണിക്കുന്നതാണ്. മിസ്രൈം ദേശത്തുനിന്ന് ഇസ്രായേൽ ജനം കനാനിലേക്ക് പോകുന്നത് ഒരു വീണ്ടെടുപ്പിനെ കാണിക്കും. मिस्र देशातून इस्रायल लोक कनानकडे आम्ही जे प्रवास आहे, त्या प्रवास एक उद्धाराचा प्रतीक आहे, दर्शक आहे. അതൊരു സംഭവമായിരുന്നു. असे घटना होते. അതിന് ദൈവം എന്തൊക്കെയാണ് ചെയ്തത്? त्यासाठी देवाने काय काय केले? മിസ്രൈമിൽ ബാധകൾ വരുത്താൻ തുടങ്ങി. मिस्र देशात देवाने पिढा पाठवले. 10 ബാധയാ വന്നു. 10 पिढा पाठवले. 10 ബാധയ്ക്കും 10 അർത്ഥങ്ങളുണ്ട്, 10 ദേവന്മാരുണ്ട്. 10 जो पिढा आहे त्याच्या मागे 10 त्यांचे अन्य देव आहे. അതിനെ ദൈവം പരാജയപ്പെടുത്തുകയാണ്. आम्ही त्या गोष्टीने देव पराजय करत होते. 10ാമത്തെ ബാധ എന്ന് പറയുന്നത് 10वा पिढा म्हणजे സംഹാരകൻ വന്ന് ആദ്യജാതനെ മുഴുവൻ കൊല്ലുകയാണ്. जो संहार करणारा येऊन जो प्रथम जन्मलेला पुत्राला ठार मारत होते. അപ്പോൾ ഇസ്രായേൽ ജനത്തോട് മോശയിൽ കൂടെ ദൈവം ഒരു കാര്യം പറഞ്ഞു. मग इस्रायल लोकांशी मोशेच्या द्वारे देवाने गोष्ट सांगितली. ഈ സംഹാരകൻ നിന്റെ വീട്ടിൽ വരാതിരിക്കണമെങ്കിൽ നീ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. हे जो संहार करणारा तुमच्या घरी येऊ नये म्हणून तुम्ही अमुक अमुक गोष्टी करणे. നീ ഒരാടിനെ, ഊനമില്ലാത്ത ഒരാടിനെ അറക്കണം. निर्दोष एक कोकरू कापणे. അതിന്റെ രക്തമെടുത്ത് നീ കട്ടളപ്പടിമേലും കുറുമടിമേലും വരട്ടെ. त्याचे रक्त घेऊन आम्ही दरवाजा चौकटीवर लावणे. അതിന്റെ മാംസം നീ ചുട്ട് ഭക്ഷിക്കണം. त्याचा मांस आम्ही खाणे. രക്തം പുരട്ടിയ ഭവനത്തിൽ ഒരിക്കലും സംഹാരകൻ വരത്തില്ല. ज्या घराच्या चौकटीवर रक्त लावलेला आहे त्या घरात संहार करणारा येणार नाही. ഉടനെ അവരെന്താ ചെയ്യുന്നത്? मग त्या लोकांनी काय केले? കൈകെട്ടി അവിടെ ഇരിക്കുകയാണ്. आम्ही असे गडी घालून बसले काय हाताचे? അതൊരു സീരിയസ് ते गांभीर्याने घेतले नाही काय? അങ്ങനെയാണ് അവരെ ഒരിക്കലും വീണ്ടെടുക്കാൻ ഒക്കത്തില്ല. असं असेल तर त्या लोकांचे उद्धार कधी होणार नाही. സംഹാരകൻ വരും, संहार करणारा येणार, നിന്റെ വീട്ടിൽ രക്തം പുരട്ടിട്ടുണ്ടെങ്കിൽ അകത്ത് കയറത്തില്ല. परंतु तुमच्या घरामध्ये चौकटीवर रक्त लावले असेल तर आत संहार करणार येणार नाही. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. आम्ही जे काही करायचं आहे आम्ही करणे. നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മൾ आम्ही വിശ്വസിക്കണം. ज्या गोष्टीवर विश्वास ठेवायचा आहे त्या गोष्टीवर विश्वास ठेवणे. നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മൾ आम्ही പ്രവർത്തിക്കണം. जे काही करायचं आहे आम्ही करणे. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ते आपली जबाबदारी आहे. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കണം. प्रार्थना करा म्हणलं तर प्रार्थना करणे. പാസ്റ്ററുടെ ആവശ്യമാണോ 7 ദിവസം ഉപവാസ പ്രാർത്ഥന എന്ന്? പാസ്റ്ററുടെ സ്വന്തമായ ആവശ്യമുണ്ട്. അത് ദൈവരാജ്യം എന്നുള്ള വിഷയമായിരിക്കും. आम्ही 7 दिवसाचे उपवास म्हणजे देवाच्या राज्याच्या संबंधात असणार. തന്റെ ആവശ്യം മാത്രമല്ല, വിശ്വാസികളുടെ ആവശ്യമായി തനിക്കത് മാറുകയായിരുന്നു. आम्ही त्यांच्या स्वतःची गरज नव्हे, विश्वासणाराची गरज असं त्यांना बनत आहे. എന്താണ് അതിന്റെ ആവശ്യം? त्याची गरज काय आहे? എനിക്ക് ദൈവരാജ്യത്തിൽ मला देवाच्या राज्यात जायचं आहे. ഇനിയും ദൈവം വെള്ളം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കത്തില്ല. आता देव पाणीच्या द्वारे नाश करणार नाही पृथ्वीचे.
ഇനിയും തീക്കായി ദൈവം സൂക്ഷിച്ചു. आता अग्नीसाठी राखून ठेवलेला आहे. നോഹ അതിൽ നിന്ന്, ആ സംഭവത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ 3 കാര്യങ്ങൾ ചെയ്തതുപോലെ നാമും ചെയ്യണം. नोहा त्या गोष्टी चुकवण्यासाठी जे काही 3 गोष्टी केले, आम्ही देखील तसं केले पाहिजे. വിശ്വസിച്ചു, विश्वास ठेवला, വിശ്വസിച്ചത് പറഞ്ഞു, विश्वास ज्या गोष्टीवर ठेवले त्याच्या घोषणा केले താൻ ചെയ്തു. आणि तसंच केले. വിശ്വാസവും ആക്ഷനും പ്രവൃത്തിയും എല്ലാം നോഹ ചെയ്തു. आणि विश्वास आणि कृती नोहेने केले. പറഞ്ഞു, പെട്ടകത്തിനകത്ത് കയറണമെങ്കിൽ പെട്ടകം പണിയണം. तारू बांधायचे असेल, तारू मध्ये बसायचे असेल तर तारू बांधले गेले पाहिजे. നീ സ്വയം പണിയണം. स्वतःच्या बांधकाम झाले पाहिजे, स्वतः बांधले पाहिजे. ഇപ്പോൾ പെട്ടകം എന്ന് പറയുന്നത് ദൈവസഭയാണ്. आता तारू म्हणजे देवाची मंडळी आहे. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോരുത്തർക്കും ഓരോ പ്ലേസ് വെച്ചിട്ടുണ്ട് ഇരിക്കാൻ. प्रत्येकानं एक एक जागा ठेवलेला आहे बसायला. അപ്പോസ്തലനായ പൗലോസ് പത്രോസിന്റെ ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അല്പജനം എന്ന് വെച്ച് നോഹയും കുടുംബവും വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. म्हणजे पेत्राच्या पत्रामध्ये पेत्राने लिहून ठेवलेलं आहे की आम्ही थोडा लोक नोहा आणि त्याच्या कुटुंब पाणीतून वाचले गेले. ദൈവത്തിന് എല്ലാവരെയും കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടെങ്കിലും आम्ही सर्वांना घेऊन जाण्यासाठी देवाला इच्छा आहे. ഈ സംഭവത്തിൽ നിന്ന് ഒരു കാര്യം നാം മനസ്സിലാക്കാം. ह्यातून एक गोष्ट आम्हाला समजून येत आहे, ആര് പെട്ടകത്തിനകത്ത് കയറുന്നു അവനെ പോകാനൊക്കെ. जो तारू मध्ये बसतो तोच वाचला जाणार. ഹല്ലേലൂയ. രണ്ടാമത്തെ സംഭവം दुसरा घटना ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതാണ്. लोटाच्या काळामध्ये जे घडले तसं आहे. ഇത് നമുക്കൊരു വലിയ സംഭവമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. हे एक महान घटना असं मला दिसत आहे. ഒന്നാമത്തേത് വെള്ളമായിരുന്നുവെങ്കിൽ पहिले जो आहे पाणी आहे, രണ്ടാമത്തേത് തീയായിരുന്നു. दुसरा अग्नी आहे. Praise God. आमेन. വെള്ളം കൊണ്ട് നശിപ്പിക്കുമ്പോൾ അതിനകത്തെ കഥാനായകൻ നോഹയാണെങ്കിൽ, पाणीने नाश करत असताना त्यामधील महत्वाच्या भूमिका नोहेची असेल तर ലോത്തിന്റെ കാലത്തെ നായകൻ ലോത്തല്ല, അബ്രഹാമാണ്. लोटाच्या काळामध्ये जो महत्वाच्या भूमिका लोटाच्या नव्हे तर अब्राहमाच्या आहे. അതാണ് പ്രാർത്ഥനയെ കുറിച്ച് ഇവിടെ പറയുന്നത്. म्हणून प्रार्थनेबद्दल या ठिकाणी दिलेलं आहे. ദൈവം ലോത്തിനോട് സംസാരിച്ചില്ല. देवाने लोटाशी बोलला. പിന്നെ ആരോടാ സംസാരിച്ചത്? ദൈവം ലോത്തിനോട് സംസാരിച്ചില്ല. देवाने लोटाशी बोलले नाही. ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. मग कोणाशी बोलले? देवाने अब्राहमाशी बोलले. എന്താ ലോത്തിനോട് സംസാരിക്കാൻ? का लोटाशी बोलले नाही? ലോത്തിന്റെ അടുത്തേക്ക് ദൂതനെ അങ്ങ് വിടുകയാ. आम्ही लोटाकडे दिव्यदूताला पाठवत आहे. ദൂതന്മാര് വന്ന് ലോത്തിനെയും കുടുംബത്തെ ഇങ്ങനെ തള്ളി തള്ളി ഓടിപ്പിക്കുക. आम्ही दिव्यदूत येऊन लोट आणि त्याच्या परिवारातील लोकांना असं ढकलून बाहेर काढत आहे. സംസാരിച്ചിട്ട് കാര്യമില്ല, बोलून काही उपयोग नाही. പിടിച്ചിറക്കിക്കൊണ്ട് പോകണം. म्हणजे असं वडवून नेले पाहिजे. എന്നാൽ അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു. अब्राहमाशी देवाने बोलले. അബ്രഹാം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. अब्राहम देवाच्या सानिध्यात बसून प्रार्थना करू लागला. എന്താണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? मी काय तुम्हाला सांगत आहे? ഒരു ഉദ്ധാരണത്തിന് വേണ്ടി നീ ദൈവ ശബ്ദം കേട്ട് ദൈവത്തോട് സംസാരിക്കണം. आम्ही उद्धारासाठी देवाची वाणी ऐकून देवाशी बोललं पाहिजे. ഒരു വിടുതലിന് വേണ്ടി ദൈവത്തോട് നീ പ്രാർത്ഥിക്കണം. सुटकारेसाठी देवाकडे प्रार्थना केली ഒരു पाहिजे. പ്രതികൂലത്തിന്റെ നടുവിൽ ഒരു വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി നീ ദൈവത്തോട് അപേക്ഷിക്കണം. प्रतिकूल परिस्थितीमध्ये सुटका मिळण्यासाठी देवाकडे प्रार्थना केली पाहिजे. അതുതന്നെയാണ് യേശുക്രിസ്തു ഇവിടെ तोच പറഞ്ഞിരിക്കുന്നത്. येशूने इथं सांगितले, എല്ലാ സംഭവത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ सर्व गोष्टी चुकवण्यासाठी നീ പ്രാർത്ഥിക്കണമെന്ന്. आम्ही तुम्ही प्रार्थना करा. അതിനാ ഈ പ്രാർത്ഥനയൊക്കെ ഇവിടെ വെക്കുന്നത്. म्हणून प्रार्थना सर्व बरोबर जात आहे. അബ്രഹാമിനോട് എന്താ ദൈവം സംസാരിച്ചത്? अब्राहमाशी देवाने काही बोलले? 19 അധ്യായത്തിലുണ്ട് ഉൽപ്പത്തി പുസ്തകം. उत्पत्ती 19व्या अध्यायामध्ये आहे. ദൈവം സോദോം ഗോമോറയെ നശിപ്പിക്കാൻ പോവുകയാണ്. सोदोम गोमोरा हे जो गाव आहे त्या गावाचा नाश देव करणार होता. എന്താ കാരണം? कारण काय आहे? മ്ലേച്ഛതയങ്ങ് വർദ്ധിച്ചു. म्हणजे दुष्कर्म वाढले गेले, പാപം അങ്ങ് പെരുകി. पाप वाढत गेले. ലോത്ത നല്ല സ്ഥലം കണ്ടങ്ങ് പോയി. उत्तम जागा बघत लोट पुढे गेला. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അബ്രഹാം അങ്ങനെയല്ലായിരുന്നു. परंतु अब्राहम तसं नव्हता. ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. जिथं जाण्यासाठी देवाने सांगितले तिथं अब्राहम गेला. എവിടെ കൂടാരം പൊക്കാൻ പറയുമ്പോൾ
അബ്രഹാം കൂടാരം പൊക്കും. आमेन मंडप खाडा म्हणलं तर काढायचे. എവിടെ കൊണ്ടുവെക്കാൻ പറയുമ്പോൾ അവിടെ കൊണ്ടുവെക്കും. कुठे तंबू आमेन लावण्यासाठी सांगत आहे तिथे आणून लावायचे. ലോത്ത് അങ്ങനെയല്ലായിരുന്നു. लोट तसं नव्हता. നല്ല സ്ഥലം ഇങ്ങനെ നോക്കി നടന്നു. उत्तम फलद्रूप जागा शोधून काढला. നല്ല മുന്തിരിത്തോട്ടവും उत्तम द्राक्ष बाग. പ്രൈസ് ഗോഡ്. അത് തപ്പിയെടുക്കുകയാ. आम्ही ते शोधून काढत आहे. ലോകത്തിന്റെ സുഖങ്ങളാണ് വേണ്ടത്. जगिक सुख त्याला पाहिजे होते. പ്രാർത്ഥിക്കാൻ എന്താ വന്നത്? പ്രാർത്ഥിക്കാൻ എന്തിനാ വന്നത്? का प्रार्थनेसाठी येत आहे? ദൈവരാജ്യത്തിൽ പോകാനല്ല, देवाच्या राज्यामध्ये जाण्यासाठी नाही, സൗഖ്യം കിട്ടാനാ, बरं होण्यासाठी, വീട് വെക്കാനാ, घर मिळण्यासाठी, ലോൺ കിട്ടാനാ, लोन मिळण्यासाठी, ജോലി കിട്ടാനാ, काम मिळण्यासाठी. ഇവിടെ വേദന അവിടെ വേദന, അതിനാ പ്രാർത്ഥിക്കാൻ इथं വരുന്നത്. दुखते तिकडे दुखते त्यासाठी प्रार्थना करायला येत आहे. ഇവിടെ പ്രാർത്ഥിക്കാൻ ചിലര് പ്രാർത്ഥിക്കാൻ വരും. आम्ही काय लोक प्रार्थना करून घेण्यासाठी येतात. ദൈവരാജ്യത്തിന് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. देवाच्या राज्यामध्ये मला जायचं आहे, त्यासाठी माझ्यासाठी प्रार्थना करा. ഞാൻ കള്ളം പറയും കേട്ടോ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. किंवा मी खोटं बोलतोय, माझ्यासाठी प्रार्थना करा, मला सत्य बोलायचंय. എനിക്ക് ഭയങ്കര ദേഷ്യമാ, ഭാഷ ഒന്ന് പ്രാർത്ഥിക്കണം. मला भरपूर राग येते, पासून माझ्यासाठी प्रार्थना करा, राग कमी होण्यासाठी. ഞാൻ ഭാര്യയെ തല്ലുന്നവനാ, എനിക്ക് വേണ്ടി मी പ്രാർത്ഥിക്കണം. पत्नीला मारतोय, माझ्यासाठी प्रार्थना करा, मला बंद करायचं आहे. അങ്ങനെ ആരെങ്കിലും വരുമോ? असं कोण येतात काय प्रार्थना करून घेण्यासाठी? ഇതുവരെ അഭിഷേകം കിട്ടിയില്ല, അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥന. आतापर्यंत मला अभिषेक मिळाला नाही, अभिषेकासाठी मला माझ्यासाठी प्रार्थना करा. 7 ദിവസം ഉപവാസ പ്രാർത്ഥനയാണെന്ന് പാസ്റ്റർ പറഞ്ഞല്ലോ. ഞാൻ തിങ്കളാഴ്ച തൊട്ട് ഞാൻ ഉപവസിക്കാൻ പോവാ. പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. पास्टर तुम्ही सांगितले ना 7 दिवस उपवास प्रार्थना आहे, मला सोमवारी पासून उपवास करायचा आहे, माझ्यासाठी प्रार्थना करता काय? അതൊന്നും വരത്തില്ല, അങ്ങനെ ആരും വരത്തില്ല. अशा गोष्टी घेऊन कोणी येत नाही प्रार्थना करायला. लोटासारखे आपण. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്താ തെരഞ്ഞെടുക്കുന്നത്? तुम्ही प्रार्थनेसाठी काय निवडत आहे? ദൈവരാജ്യത്തിന് പോകാൻ വേണ്ടിയാണോ നിങ്ങൾ? देवाच्या राज्यामध्ये मला जायचं आहे, तेच आहे का तुमच्या महत्वाचे विषय? അബ്രഹാമിനെ പോലെയാണോ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത്? अब्राहामासारखे आहे का तुमच्या निवड? അതോ ലോത്തിനെ പോലാണോ നിങ്ങൾ किंवा തെരഞ്ഞെടുക്കുന്നത്? लोटासारखे आहे का तुमच्या निवड? പദവിക്ക് വേണ്ടിയാണോ നീ ദൈവത്തിന്റെ അടുത്തേക്ക് വരുന്നത്? आम्ही पदवीसाठी तुम्ही देवाकडे येतात का? പണത്തിന് വേണ്ടിയാണോ ദൈവത്തിന്റെ അടുത്തേക്ക് വരുന്നത്? पैसेसाठी तुम्ही देवाकडे येता काय? അതോ വിശുദ്ധനായി ജീവിക്കാൻ വേണ്ടിയാണോ ദൈവത്തിന്റെ അടുത്തേക്ക് വരുന്നത്? किंवा पवित्र व्यक्ती म्हणून जीवन जगण्यासाठी देवाकडे येतो काय? ദൈവം എന്ത് പറഞ്ഞു അത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ദൈവത്തിന്റെ അടുത്തേക്ക് വരുന്നത്. देवाने जे सांगितले ते ऐकण्यासाठी देवाकडे येता काय? ദൈവം എന്ത് പറഞ്ഞു അത് ചെയ്യാൻ വേണ്ടി ഞാൻ വരുന്നത്. देवाने जे सांगितले ते करण्यासाठी येता काय? ദൈവത്തിന് എന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, അതാണ് എന്റെ ആഗ്രഹം. देवाला माझ्याबद्दल एक उद्देश आहे, तेच माझा आग्रह आहे. അതായിരുന്നു അബ്രഹാം ചെയ്തത്. अब्राहमाने तसंच केले. ചാർച്ചക്കാരെയും പിതൃഭവനത്തെ എല്ലാം വിട്ടു. नातेवाईकांना मित्रमंडळीला सोडून दिले. കാണിപ്പാൻ ദേശത്തേക്ക് പുറപ്പെട്ടു. आम्ही जो देश देव त्याला दाखवणार होता त्या देशाकडे तो प्रवास सुरू केला. എന്നാൽ ലോട്ട് അങ്ങനെയല്ലായിരുന്നു. लोटच नव्हता. നീരോട്ടുള്ളവരുടെ സ്ഥലം കണ്ടു. आम्ही जे फलद्रुप्त आहे असे एक आम्ही जागा लोटाने निवडले. നാം ദൈവത്തോടുള്ള ബന്ധത്തിൽ ഏതാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് തീരുമാനിക്കുക. देवाच्या संबंधात आपण काय निवडतो ह्याला महत्व आहे. ലോത്തിനെ പോലെ തീരുമാനമാണെങ്കിൽ അത് മാറ്റുക. लोटासारखे आपले निर्णय असेल तर बदलले पाहिजे. അബ്രഹാമിനെ പോലുള്ള തീരുമാനം എടുക്കുക. अब्राहमासारखे निर्णय घेतले पाहिजे. അബ്രഹാം എന്താ കണ്ടത്? अब्राहमाने काय बघितलं? വരൻ ശില്പിയായി നിർമ്മിച്ച നഗരം കണ്ടു. आमेन आमेन आमेन. देवाद्वारे आमेन स्थापले गेले एक नगर तो पाहत आहे. അതാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. आमेन इब्रिक लोकास पत्रामध्ये सांगत आहे. അവൻ കണ്ടു, ഒരു നഗരം കണ്ടു. आमेन त्याने बघितले एक नगर. അവന്റെ സ്വപ്നം അതായിരുന്നു. आम्ही त्याबद्दल तो स्वप्न पाहत होता. ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യത്തിൽ എനിക്ക് പ്രവേശിക്കണം. देवाने माझ्यासाठी तयार केलेल्या देवाच्या राज्यामध्ये मला प्रवेश करायचा आहे. വിശുദ്ധനായി ഈ ലോകത്തിൽ ജീവിക്കണം. मला एक पवित्र व्यक्ती म्हणून या जगामध्ये जगायचं आहे. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ലോത്തിനോട് സംസാരിച്ചില്ല, അബ്രഹാമിനോട് म्हणून देवाने लोटाशी बोलले नाही तर अब्राहमाशी देवाने बोलला. അബ്രഹാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ ചില ചോദ്യങ്ങളാ ചോദിക്കുന്നത്. अब्राहम देवाशी बोलत असताना काही प्रश्न विचारत आहे. എന്തായിരുന്നു അതിന്റെ പ്രശ്നം? काय प्रश्न विचारत आहे? ദൈവമേ 50 ഉണ്ടെങ്കിൽ നീ അതിനെ നശിപ്പിക്കുമോ? देवा 50 असेल तर तुम्ही त्या नगराचा नाश करणार काय? സംസാരിച്ചു ഒരു സ്നേഹിതനെ പോലെ സംസാരിച്ചു. असे बोलत 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 एक मित्रासारखं बोलू लागला. ദൈവം പറഞ്ഞു, നീ പറഞ്ഞത് കൊണ്ട് നശിപ്പിക്കുന്നു. देवाने सांगितले तू
बोलत आहे म्हणून मी नाश करणार അത് आहे. കഴിഞ്ഞപ്പോഴാ ഓർത്ത്, അയ്യോ അതിന് 5 പേര് കുറഞ്ഞു പോയെങ്കിലോ. मग आठवण आले जर 5 संख्या कमी झाले तर काय करणार. ഉടനെ ദൈവത്തോട് ചോദിച്ചു, 5 പേര് मग पुन्हा देवाला विचारले, देवा 5 कमी झाले तर. അബ്രഹാമിനെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് ദൈവം ഇറങ്ങി വരികയാ. म्हणजे अब्राहम जसं प्रार्थना करत आहे त्या पद्धतीने आमेन आमेन देव आमेन त्याच्याशी बोलत आहे, कार्य करण्यास करत आहे. എന്തിനു വേണ്ടിയായിരുന്നു? कशासाठी? ഉദ്ധാരണത്തിന് വേണ്ടി, उद्धारासाठी, വിടുതലിന് വേണ്ടി, सुटकारेसाठी. അബ്രഹാം അവിടുന്ന് പോയി കഴിഞ്ഞ ശേഷം ആ ദൈവം അവിടുന്ന് പോയത്. अब्राहम गेल्यानंतर देव देखील तिथून निघून जात असे. ദൈവം അബ്രഹാമിനെ ഓർത്തു. देवाने अब्राहमाची आठवण केले. എന്തുകൊണ്ട് ഓർത്തു? का आठवण केले? ജനത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യനായി, लोकांच्या उद्धारासाठी प्रार्थना करणारा एक माणूस. ദൈവം പറഞ്ഞു, देवाने सांगितले 2 ദൂതന്മാരെ അങ്ങോട്ട് വിട്ടേ. 2 आमेन दिवदूतांना पाठवा. എന്താ കാരണം? काय आहे कारण? അബ്രഹാമിന്റെ പ്രാർത്ഥന. अब्राहमाची प्रार्थना. 2 ദൂതന്മാർ ആ പട്ടണത്തിൽ വന്നു. 2 दिवदूत त्या नगरात गेले. അവർ രണ്ടുപേരും പേടിച്ച് അവരെ ലോത്തിന്റെ വീട്ടിനകത്ത് കയറി. ते दोघं आमेन घाबरून लोटाच्या घरी घुसले. ആൾക്കാർ പറയാം അവരെ ഇങ്ങോട്ട് വിട്ടു തന്നേക്കാൻ. जे लोक तिथे जमले त्या लोक म्हणत आहेत त्या दोघांना बाहेर पाठवा. ലോത്ത് പറഞ്ഞു, എനിക്ക് 2 പെൺപിള്ളാരുണ്ട്, അവര് കന്യകരാ, അവരെ വേണേ തന്നേക്കാം. लोटाने सांगितले अविवाहित असं मला 2 मुली आहे, त्यांना मी बाहेर पाठवतो. ഇവരെ ഒന്നും ചെയ്യരുത്. यांना काही करू नका. അത്രയ്ക്കും മ്ലേച്ഛതയായി. एवढे अनैतिकतेने भरले एक ठिकाण. അവസാനം എന്ത് സംഭവിച്ചു? शेवटी काय घडले? ലോത്തിനെയും കുടുംബത്തെയും വലിച്ചിറക്കി. लोट आणि त्याच्या परिवाराला दिवदूताने उडून बाहेर काढले. ഓടിക്കോളാൻ പറഞ്ഞു. फळ म्हणले. ഓടുവോ? ഓടത്തില്ല. फळत नाही. പുറകോട്ട് നോക്കരുത്. मागे वळून बघू नका असं म्हणले. മുമ്പോട്ട് ഓടിക്കണം. पुढे फळ असं म्हणले. എന്താ ദൈവം അങ്ങനെ പറഞ്ഞത്? का देवाने असं सांगितले? ആ ദേശം നീ വിടണം. त्या नगर त्या गाव तू सोडलं पाहिजे. അതുകൊണ്ട് നീ ഓടരുത്. आम्ही त्या गाव मनात घेऊन तू पळू नको. എന്താ ഇതിന്റെ അർത്ഥം? कारण काय आहे? ലോകമോഹങ്ങൾ കൊണ്ട് നിനക്ക് ഓടാൻ കഴിയത്തില്ല. दैहिक वासनेने तू पळू शकणार नाही. നീ തളർന്നു പോകും. जैगिक वासनेने पडले तर तकणार. നീ പുറകോട്ട് നോക്കരുത്. मागे वळून बघू नको. നിന്റെ ലക്ഷ്യം മുമ്പോട്ടായിരിക്കണം. आम्ही तुझे उद्दिष्ट पुढे असले पाहिजे. ഇപ്പം വെച്ച മുന്തിരിത്തോട്ടം ഇപ്പൊ അതെല്ലാം ഫലം പറിക്കാറായി കിടക്കുകയാണ്. आता लावलेले द्राक्षाचा बाग म्हणजे फळ तयार आहे काढायला. द्राक्ष तयार आहे. LGയുടെ പുതിയ ഫ്രിഡ്ജ് മേടിച്ചതേ ഉള്ളൂ. नवीन फ्रिज परवा आणले. ബംഗ്ലാവിന് ഇപ്പൊ പെയിന്റ് അടിച്ചതേ ഉള്ളൂ. आता परवा रंग कलर दिले बंगलाला. അയ്യോ, ഇതെല്ലാം ഇട്ടേച്ച് ഓടണോ? हे सर्व सोडून पळायचं काय? നമ്മളാരെന്താ പെട്ടെന്ന് പോയി ഗൂഗിളൊക്കെ പരിശോധിച്ചു. आम्ही पटकन जाऊन गुगलवर सर्च केले असतो. ഇങ്ങനെ ഒരു സംഭവം മുമ്പ് നടന്നിട്ടുണ്ടോ? असे घडण्याच्या आधी कधी घडले काय? ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. असं घडणं कधी घडलं नाही. ഇതിനു മുമ്പ് ഒരു ലോകത്തുണ്ടായിരുന്നോ? याच्या अगोदर एक लोट होतं काय? ഈ പട്ടണത്തെ നശിപ്പിക്കുമെന്നോ? या नगराचा नाश करणार काय देव? ലോകത്തിന്റെ മക്കൾക്ക് ഒരു സംശയവും ഇല്ല. लोटाला आणि त्यांच्या लेकरांना काही शंका नाही. അവർ ഓടുകയാ. ते पळत आहे. ലോകത്തിന്റെ ഭാര്യ लोटाची पत्नी ഇതെല്ലാം വെച്ചോണ്ടാ ഓടുന്നത്. हे सर्व मनात ठेवून पळत आहे. പുറകെ ഒരു പിടുത്തം. मागून एक पकडत आहे. म्हणजे मागून काहीतरी पकडत आहे. അയ്യോ, എന്റെ മുന്തിരിത്തോട്ടം, माझ्या द्राक्षाचा बाग, എന്റെ കമ്പനിമാല എല്ലാം സേഫിനകത്തിരിക്കുക. माझे सर्व आमेन जे काय ना सोने सर्व घरात आहे. ഇപ്പം മേടിച്ച ആപ്പിളിന്റെ മൊബൈൽ അവിടെ ഇരിക്കുക. आता परवा विकत घेतलेला मोबाईल तिथं आहे. എല്ലാം അവിടെ ഇരിക്കുക. सर्व तिथं आहे. ഒന്നും കൂടെ ആ തോട്ടം ഒന്ന് കാണട്ടെ, വീടൊന്ന് കാണട്ടെ. पुन्हा एकदा घर बघूया, बाग बघूया. मागे वळून बघितले. तिथंच थांबली. ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ या सर्व काही गोष्टी चुकवणे करता
ഈ സംഭവത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ हे जे काही घडणं आहे ते चुकवू नये करता അബ്രഹാമിന്റെ പ്രാർത്ഥനയാണ് നിന്റെ അകത്ത് ദൂതൻ വന്നത്. अब्राहमाच्या प्रार्थनेमुळे तुमच्या जवळ दिवदूत आला. നിനക്ക് അവസാനമായിട്ടുള്ള രക്ഷയുടെ സമയമാണ്. आमेन. उद्धारासाठी शेवटची संधी. ഇന്ന് രാത്രി വേണമെങ്കിൽ കർത്താവിന് വരാം. आमेन. कदाचित आज रात्री येशू येऊ शकतो. ഇന്ന് രാത്രി വേണേ കർത്താവിന് വരാം. आज रात्री आमेन कदाचित येशू येऊ शकतो. അടുത്ത നിമിഷം നമുക്കുള്ളതല്ല. आमेन. पुढचा क्षण आपल्यासाठी नाही. അടുത്ത നിമിഷം നമുക്കുള്ളതല്ല. पुढचा क्षण आपल्यासाठी नाही. നാം ഒരുങ്ങിയിട്ടുണ്ടോ? आम्ही तयारीत आहे का? നാം ഒരുങ്ങിയിട്ടുണ്ടോ? आम्ही तयारीत आहे का? ഹല്ലേലൂയ. യേശു പറഞ്ഞു, പ്രസംഗിച്ചു ഇങ്ങനെ, येशूने बोलले, येशूने घोषणा केली असे, ദൈവരാജ്യം സമീപിച്ചു. देवाचे राज्य जवळ आहे. ഈ സംഭവത്തിൽ നിന്നെല്ലാം നാം രക്ഷപ്പെടണമെങ്കിൽ या सर्व काही गोष्टी चुकवण्यासाठी ഇതാ സൊദോമിലേക്ക് ദൈവത്തിന്റെ തീടാൻ പോകുകയാണ്. सोदोम येथे देव अग्नी पाठवणार आहे. എന്താണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് मी ഞാൻ तुम्हाला പറയാം. काय सांगत आहे? നിന്റെ പാപത്തിലേക്ക് ദൈവത്തിന്റെ ശിക്ഷാവിധി വരാൻ പോകുകയാണ്. आम्ही तुमच्या पापाबद्दल दैविक शिक्षा येणार आहे. നീ പാപത്തെ ഉപേക്ഷിച്ചില്ലെങ്കിൽ, जर पाप सोडून द्यायला तयार नसेल നീ तर, വിശുദ്ധനായി ജീവിച്ചില്ലെങ്കിൽ, पवित्र व्यक्ती म्हणून जीवन जगायला तयार नसेल അതിലേക്ക് तर ദൈവത്തിന്റെ ന്യായവിധി വരാൻ പോകുകയാണ്. देवाच्या न्याय निवाडा येणार आहे. എനിക്കറിയാം मला ഇന്നത്തെ പ്രസംഗം ആർക്കും ഇഷ്ടപ്പെടത്തില്ല. मला माहित आहे आजचा संदेश कोणाला आवडत नाही, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. परंतु मला भरपूर आवडले. താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ പ്രസംഗിക്കുന്നത്. क्षणिक गोष्टींसाठी मी संदेश दिला नाही, നിത്യതയ്ക്ക് വേണ്ടിയാണ് പ്രസംഗം. सार्वकालिकतेसाठी जे गरजेचे आहे तेच. ഇത് നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു കിട്ടത്തില്ല. हे जर गमवले गेले तर परत मिळणार नाही. അവസരം ഇപ്പോഴും ഉണ്ട്. अजून संधी आहे आपल्या समोर. ഇപ്പോഴും അവസരമുണ്ട്. अजून समोर संधी आहे. യേശു നമ്മളോട് പറയുകയാണ്, येशू आपल्याला सांगत आहे, വീട്ടിൽ പോയി 21 അധ്യായം മുഴുവൻ വായിക്കണം. तुम्ही घरी जाऊन 21 अध्याय पूर्ण वाचा. അതിന്റെ അവസാനമാണ് നമ്മൾ വായിച്ച വാക്യങ്ങൾ കാണുന്നത്. आमेन. आपण जे वाचलेलं वचन आहे त्याचा शेवटचा भाग आहे, നിങ്ങൾ പ്രാപ്തരാകുക. तुम्ही समर्थ व्हावे. എന്തിനു വേണ്ടി സമർത്ഥരാകുക? कशासाठी समर्थ होणे? ദൈവത്തിന്റെ മുമ്പിൽ നിൽപ്പാൻ. देवासमोर, पुत्रासमोर उभं राहण्यासाठी. നമുക്ക് നമ്മുടെ ജീവിതകാലത്ത്, നമ്മുടെ സഭാകാലത്ത് ചില അത്ഭുതങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കാറുണ്ട്. आपल्या जीवनामध्ये काही काही चिन्ह चमत्कार घडले असेल, അത് പ്രാർത്ഥനയുടെ ഒരു മറുപടിയാണ്. ते प्रार्थनेचे उत्तर आहे. ചിലപ്പോൾ മക്കളില്ലാത്തവർ മക്കളെ കിട്ടുന്നു, ज्यांना लेकर नाही त्यांना लेकर मिळत आहे, ചിലപ്പോൾ രോഗികളെ സൗഖ്യമാക്കുന്നു, आजारी लोक बरं होत आहे, ചിലപ്പോൾ സാമ്പത്തിക നന്മകൾ തുറക്കുന്നു. आर्थिक आशीर्वाद मिळत आहे. അതൊന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. हे काही नको असं मी सांगत नाही. ഇതൊക്കെ നമ്മളെ നിത്യതയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്ന പ്രാർത്ഥനയുടെ റിസൾട്ടാണ്. അത് ആധ്യാത്മികമായ കാര്യങ്ങൾക്ക് വേണ്ടി പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. हे जे काही आमच्यामध्ये चिन्ह चमत्कार घडत आहे ते आम्हाला आध्यात्मिक गोष्टीसाठी तयार करण्यासाठी आहे, देवाच्या राज्यासाठी तयारी करण्यासाठी आहे. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ എത്രയൊക്കെ മനസ്സിലായി? किती लोकांना समजले? നമ്മൾ അവിടെ തന്നെ കിടന്ന് ഇങ്ങനെ കറങ്ങുക. आपण तिथंच സൗഖ്യത്തിനകത്തും ഭൗതികത്തിനകത്തും എല്ലാം കിടന്ന് കറങ്ങുക. आपण इथंच फिरत आहे. आरोग्य, आशीर्वाद, समृद्धी हे सर्व भौतिक गोष्टींमध्ये. നിത്യതയെക്കുറിച്ച് നമുക്ക് ഒരു വിചാരവുമില്ല. सार्वकालिकतेबद्दल आपण विचार करत नाही. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യമായി മാറിക്കഴിഞ്ഞാൽ, हे सर्व काही तुमच्या वैयक्तिक गरज असं बनले तर നിങ്ങൾക്ക് ഭയങ്കര വ്യത്യാസം ഉണ്ടാകും. महान बदल घडणार. പ്രാർത്ഥനയ്ക്ക് പിന്നെ പറയേണ്ട ആവശ്യം. मी प्रार्थनेला या असं म्हणण्याची गरज नाही. എപ്പോഴാ പാസ്റ്റർ പ്രാർത്ഥനയിൽ ചോദിക്കും? कधी आहे मीटिंग असं विचारत राहणार. പാസ്റ്റർക്ക് റെസ്റ്റ് കൊടുക്കത്തില്ല. आम्ही पास्टरला विश्रांती आम्ही घेऊच देणार नाही. പാസ്റ്റർക്ക് സമയം കിട്ടത്തില്ല. पास्टरला वेळच मिळणार नाही. അവിടെ ഒരു രോഗിയുണ്ട്, പാസ്റ്റർ ഞാൻ പോയി പ്രാർത്ഥിച്ചു, അവർക്ക് സൗഖ്യം കിട്ടി. तिथे एक आजारी आहे, आम्ही त्यांच्यासाठी जाऊन प्रार्थना केली, त्यांना बरं वाटले. പാസ്റ്റർ കൂടെ ഒന്ന് വന്നേ, അവരോടൊന്ന് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. पास्टर तुम्ही या, त्यांच्यासाठी प्रार्थना करा. ഞായറാഴ്ച വലിയൊരു ലിസ്റ്റുമായിട്ടാണ് വരുന്നത്. रविवार येत असताना एक मोठी यादी घेऊन येत आहे. നമ്മളിൽ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. आमच्यामध्ये बदल घडत आहे. 5:05 പ്രാർത്ഥന എന്ന് പറഞ്ഞ 5:30 നിറഞ്ഞു കഴിഞ്ഞു. आम्ही 5 वाजता चर्च मीटिंग आहे म्हणलं तर 5 वाजता हॉल भरून जात आहे. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? तुम्हाला समजले का मी जे सांगितले?
നിത്യതയ്ക്ക് വേണ്ടി നാം ഒരുങ്ങിയാൽ सर्वकालिकतेसाठी आपण तयारीत राहता അനേകർക്കിടെ നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ ഒരുക്കുവാൻ കഴിയും. अनेकांच्या सर्वकालिकतेसाठी आपण अनेकांना तयार करू शकतो. നാം പ്രാർത്ഥിച്ച് ശക്തനാകുമ്പോൾ आपण प्रार्थना करून शक्तिशाली बनत असताना അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? യേശുവിന്റെ വരവെങ്കിൽ നാം എടുക്കപ്പെടും. त्याचा अर्थ काय माहितीये का? येशू ख्रिस्ताच्या आगमनामध्ये आपण उचललं जाणार. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് आपण നിൽക്കാം. उभं राहूया सर्वजण. Praise the Lord. നമ്മുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. आपले हात